ഈശോയിലേറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപാഭിഷേകത്തിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഇടപെടൽ ഈ ശുശ്രൂഷ സമയത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലും കുടുംബത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 കൊറിന്തോസ് 15-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വചനം നമ്മളൊന്ന് കേട്ടിട്ട് നമുക്ക് വചനത്തിലേക്ക് വരാം. അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി എന്തിനും ജ്ഞാനസ്നാനം സ്വീകരിക്കണം? ഞങ്ങൾ തന്നെയും എന്തിനും സദാസമയവും അപകടത്തെ അഭിമുഖീകരിക്കണം? സഹോദരരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെ നിങ്ങളെക്കുറിച്ച് എനിക്കുള്ള അഭിമാനത്തെ ആധാരമാക്കി ഞാൻ പറയുന്നു, ഞാൻ പ്രതിദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു. മാനുഷികമായി പറഞ്ഞാൽ എഫേസസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും. നിങ്ങൾ നീതിപൂർവ്വം സമചിത്തത പാലിക്കുകയും പാപം വർജിക്കുകയും ചെയ്യുകയും. ചിലർക്ക് ദൈവത്തെപ്പറ്റി ഒരറിവുമില്ല. നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. പൗലോസ്ലീഹയുടെ ഈ വചനം വളരെയധികം ഗൗരവമേറിയ വചനമാണ്. കർത്താവായ യേശുവിന്റെ ഉത്ഥാനത്തെ ഏറ്റുപറയുന്ന പൗലോസ്ലീഹ എഫേസസിൽ വെച്ച് വന്യമൃഗങ്ങളോട് ഏറ്റുമുട്ടുന്നു. ഈ വന്യമൃഗങ്ങൾ എന്ന് വെച്ചാൽ അവിടെ പറയുന്നത് പുനരുത്ഥാനം നടന്നിട്ടില്ല എന്നും പുനരുത്ഥാനമില്ല എന്നും പറയുന്ന കുറേ ആളുകളോട് പൗലോസ്ലീഹ വചനം പറയുന്നു. ഈശ്വര ഉത്ഥാനത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്ന കാര്യം പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ചാണ്. ഈശോ മിശിഹാ അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനത്തിൽ കാണാൻ പറ്റും. ഡമാസ്കസ് ഗേറ്റിങ്കിൽ വെച്ചുകൊണ്ട് ഈ പൗലോസ്ലീഹായ്ക്ക് ഉന്നതത്തിനൊരു സ്വർഗീയ രശ്മി വന്നിട്ട് അവൻ്റെ മേലെ അടിക്കുകയും അവൻ താഴെ വീഴുകയും അവനെ ദൈവം വിളിക്കുന്ന സ്ഥലത്തോട്, സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? കർത്താവേ, അങ്ങ് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. മറുപടി പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. അതിനുശേഷം അവൻ അന്ധനായിരുന്നു. കുറേ നേരം അവന് അന്ധത ബാധിച്ച് 3 ദിവസത്തേക്ക് ഉപവാസമൊക്കെ എടുക്കുന്നു. അതിനുശേഷം അനന്യാസ് വന്നിട്ട് ഇവൻ്റെ തലയിൽ കവിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറയുന്നു. ആ നിമിഷം മുതൽ ക്രിസ്തുവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നു. അവൻ പോകുന്ന വഴി അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ സംഭവിക്കുന്നു. ഭയങ്കര ബന്ധനം ഒഴിക്കുന്നു. അവന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നിൽക്കണം. ഈശോയിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ ദൈവമാണ്, കർത്താവ്. ഈശോ ഉയർത്തെഴുന്നിട്ട് ഈശോ ഇന്നും ജീവിക്കും ദൈവം. ഈശോയാണ് കർത്താവ്. ഈശോ അവനിലേക്ക് അഭിഷേകം കൊടുക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പലതവണ പൗലോസ്ലീഹ നേരിട്ട് കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് പൗലോസ്ലീഹ. അപ്പോൾ ആ അനുഭവിച്ച പൗലോസ്ലീഹ ആ കർത്താവിനെ ഏറ്റുപറയുക, യേശുവിനെ ഉത്ഥാനം ഏറ്റുപറയുക. ഏറ്റുപറയുമ്പോൾ അത് എതിര് പറയാൻ വേണ്ടി ഈശോ ഉയർത്തെഴുന്നേറ്റ് ഈശോയ്ക്ക്, അതായത് ദുരീശ്വരവാദം പറയുന്നു. അവരെ വിളിക്കുന്ന പേര് വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാണ്, വൈൽഡ് ആനിമൽസ്. ലോകത്തിൽ ഒരുപാട് ഇത് പെരുകുന്നുണ്ട്. ദുരീശ്വരവാദം പറയുന്ന ഒരുപാട് ആളുകൾ. പൗലോസ്ലീഹ അവരെ വിളിക്കുന്ന പേര് വൈൽഡ് ആനിമൽസ് എന്ന് വിളിക്കുകയാണ്. അത് പറയുകയാണ്. അത്തരം ആളുകൾ, ദൈവവചനത്തിനെതിരെ പോകുന്ന ആൾ, യേശുവിൻ്റെ ഉത്ഥാനത്തെ പരിഹസിക്കുന്ന ആളുകൾ, യേശുവിൻ്റെ ഉത്ഥാനത്തെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകൾ, അത് നമ്മുടെ അകത്തും പുറത്തും, സഭയ്ക്കുള്ളിലുണ്ട്, സഭയ്ക്ക് വെളിയിൽ പോലും ചിലപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾ നമുക്ക് കണ്ടുമുട്ടുന്നത് കാണാൻ പറ്റും. പക്ഷെ പൗലോസ്ലീഹ അതിൻ്റെ ജീവിതാനുഭവം പറയുന്നത്. 1 യോഹന്നാൻ 1:1 യോഹന്നാശ്ലീഹ പറയും, ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് സ്പർശിച്ചതും, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ട് കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതും കാതുകൊണ്ട് കേട്ടതുമായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരനുഭവിച്ച ഉത്തിതനായ യേശുവിനെ വേണ്ടി പറയുകയാണ്. അടുത്തൊരു വചനമാണ്, മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. നിങ്ങൾ വഞ്ചിതരാകരുത്. പൗലോസ്ലീഹ പറയുക, ഈശോ ഒന്നും ജീവിക്കുന്ന ദൈവമാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അത് യേശു ക്രിസ്തുവിലുള്ള വചനത്തിൻ്റെ ശക്തിയാണത്. ഈശോയാണ് ഉയർപ്പിക്കുന്നത്, വേറെ ആരും ഉയർപ്പിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം പറയുന്ന പോലെ, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ നമ്മുടെ മർത്യശരീരങ്ങൾക്കും തൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ പുതുജീവൻ പ്രദാനം ചെയ്യും. അവിടെ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട വചനം, റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെ വചനം. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങൾ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും.
അതുകൊണ്ട് പൗലോസ്ലീഹ അത്ര ശക്തമായിട്ട് പറയുക. അത് 1 കൊരിന്തോസിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 32 മാനുഷികമായി പറഞ്ഞാൽ എഫേസുസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. അണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ വഞ്ചിതരാകരുത്. അത്തരം പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നവർ കള്ളന്മാരാണ്, നുണയന്മാരാണ്. അവർ ക്രിസ്തുവിൻ്റെ ഉത്ഥാനം കണ്ടിട്ടില്ല, അറിഞ്ഞിട്ട് അനുഭവിച്ചിട്ടില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ജീവിതമുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. പറയുകയാണ്, അധമമായ സംസർഗം സദാചാരങ്ങൾ ദുഷിപ്പിക്കും. അതായത് മോശമായ കൂട്ടുകെട്ടുകൾ സദാചാരങ്ങളെ ദുഷിപ്പിക്കും. നമുക്ക് മോശമായ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില സിനിമകളും ചില ഹൊറർ ഫിലിമുകളും ചില സംഭവങ്ങളും ചില കൂട്ടുകെട്ടും, അതാണ് അധമമായ സംസർഗങ്ങൾ, ചില ഫ്രണ്ട്ഷിപ്പുകൾ. ചിലപ്പോൾ ഇന്നത്തെ പുതിയ ലോകത്തിൽ നമുക്ക് കമ്പ്യൂട്ടർ വേൾഡാണ്, കമ്പ്യൂട്ടർ ലോകമാണ്. ഇപ്പോൾ മൊബൈൽ ഫോണും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഒറ്റ നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാവുന്ന വേദികൾ നമുക്കുണ്ട്. അപ്പോൾ അതിനകത്ത് കയറുന്ന മനുഷ്യർത്തണം അധമമായ മോശമായ കൂട്ടുകെട്ടുകൾ, സദാചാരങ്ങൾ, ദുഷിപ്പ്. അതായത് കിട്ടിയ അടിത്തറകൾ വിശ്വാസ ജീവിതത്തെ തകിടം മറിക്കും. യേശുവിൻ്റെ മകനായിരുന്നു നീ, മകളായിരുന്നു നീ, യേശുവിന് വേണ്ടി ജീവിച്ച് മരിച്ച വ്യക്തിയാണ് നീ, നിന്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ എടുത്ത വ്യക്തിയാണ് നീ. അപ്പം നീ മറന്നു പോകരുത്. ഇത് യേശുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ് നീ. അപ്പോൾ നിന്റെ സംസർഗങ്ങൾ, പാപകരമായ സംസർഗങ്ങളോട് നീ വിട പറയണം. നീ ചില കൂട്ടുകെട്ടുകൾ, പാപം നിറഞ്ഞ കൂട്ടുകെട്ടുകളോട് നീ വിട പറയണം. നിന്റെ ആത്മരക്ഷയെ നീ ആത്മരക്ഷയ്ക്ക് നീ മുൻതൂക്കം കൊടുക്കണം. മത്തായി 16:26 പറയും, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? എന്തെല്ലാം നേടി എന്നിട്ട് ഒരു കാര്യമില്ല. നിന്റെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് വിചാരിക്കുക. നീ വിദ്യാഭ്യാസമുണ്ട്, നീ ഡോക്ടറേറ്റ് നേടി, നീ ഡോക്ടറാണ്, നീ എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് നേടി, പക്ഷെ നിന്റെ ആത്മാവിൻ്റെ അവസ്ഥ, നീയും ദൈവവുമായിട്ട് ആത്മാവിൻ്റെ അവസ്ഥ, നീയും ഈശോയുമായിട്ടുള്ള ബന്ധം, നീ സഭയോടുള്ള ബന്ധം, നിന്റെ വിശുദ്ധ കുർബാനയോട്, സഭയോട്, കൂദാശകളോട്, വചനത്തോട്, ആ വചനങ്ങൾ കേട്ടിട്ട് അതിൽ ജീവിക്കുന്നുണ്ടോ നീ? അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിന് പ്രാധാന്യം കൊടുക്കാതെ ഈ പറയുന്നതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ അധപ്പതനാക്കളെ. അപ്പോൾ നിരീശ്വരവാദമൊക്കെ ആണ്. പണം മതി, ചിലക്കൊന്ന് യൂറോപ്പിലോട്ട് പോകണം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോവുക, അല്ലെങ്കിൽ കാനഡയ്ക്ക് പോവുക, ഇംഗ്ലണ്ടിന് പോവുക, ജോലി, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, എല്ലാം പണം, കാശ് പണത്തിനോട്. അപ്പോൾ അതാണ് അതിനുവേണ്ടി എന്ത് ചിലർ എല്ലാവരും അല്ല, ചില ആളുകൾ എന്ത് തിന്മയും ചെയ്ത് കൂട്ടുക. അപ്പോൾ നേടിയത് എങ്ങനെ നേടി? നിനക്ക് ഇന്നുള്ളതൊക്കെ ശരിക്കും നിനക്ക് ഉണ്ടാവേണ്ട പാപത്തിൻ്റെ. അപ്പോൾ ഈ നേട്ടവും ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ കള്ളത്തരം കൊണ്ട്, നിൻ്റെ വക്രബുദ്ധി കൊണ്ട്, നിൻ്റെ അഹംഭാവം കൊണ്ട്, നിൻ്റെ വിശ്വാസരാഗത്വം കൊണ്ട്, നിൻ്റെ കള്ളത്തരം കൊണ്ട് നീ എന്തെല്ലാം നേടിയാലും ഒരു ദിവസം ഓർത്തു, നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ മോശമാണെങ്കിൽ, ആത്മാവ് ദൈവവുമായിട്ട് ഐക്യപ്പെട്ടല്ലായിരിക്കുന്നെങ്കിൽ നീ അതിൻ്റേതായ വേദന അനുഭവിക്കേണ്ടി വരും. നരകാഗ്നിയുടെ പീഡയിലേക്ക് നീ ശുദ്ധീകരണാഗ്നിയുടെ നരകാഗ്നിയുടെ പീഡയിലേക്ക് നീ തള്ളിയിടപ്പെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. 1 കൊരിന്തോസ് 15:32 മുതൽ 34 വരെ വചനം ഒന്നും കൂടെ ഒരിക്കൽ കൂടെ വായിക്കണം. മാനുഷികമായി പറഞ്ഞാൽ എഫേസുസിൽ വെച്ച് വന്യമൃഗങ്ങളോട് പോരാടിയത് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർക്ക് പുനരുത്ഥാനമില്ലെങ്കിൽ നമുക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. എന്തെന്നാൽ നാളെ നമ്മൾ മരിച്ചു പോകും. നിങ്ങൾ വഞ്ചിതരാകരുത്. അധമമായ സംസർഗം സദാചാരങ്ങളെ ദൂഷിപ്പിക്കും. കൂട്ടുകെട്ട് സൂക്ഷിക്കണം. കാണുന്നവരെല്ലാം കൂട്ടുകൂട്ടരുത്. കാണുന്നവൻ്റെ എല്ലാം വീട്ടിൽ കയറി പോകരുത്. കാണുന്ന സ്ഥലങ്ങളിലൂടെ എല്ലാം പോകരുത്. ചില യാത്രകൾ ഒഴിവാക്കണം, ചില ഫ്രണ്ട്ഷിപ്പുകൾ ഒഴിവാക്കണം. കാരണം നീ നിൻ്റെ ആത്മരക്ഷയ്ക്ക് പറയാൻ ജോലി കിട്ടും, നല്ല ഭക്ഷണം കിട്ടും, നല്ല വസ്ത്രം കിട്ടും, നല്ല സന്തോഷം കിട്ടും, നല്ല സുഖം കിട്ടും, നല്ല സ്നേഹം. ഈ പിശാചിൻ്റെ ലോകത്തുകൊണ്ടൊരു സ്നേഹമുണ്ട്. ആ സ്നേഹം നന്മയിലേക്കുള്ള സ്നേഹമല്ല. യുദാസും കയ്യപ്പാസും അന്നാസും എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആയിട്ടൊരു കൂട്ടുകെട്ടുണ്ട്, ശത്രുക്കളുടെ ഒരു കൂട്ടുകെട്ട്. തിന്മ ചെയ്യുന്നവരെല്ലാവരും കൂടെ കൂടുന്നൊരു പ്രത്യേക ചില സംവിധാനമുണ്ട്. നൈറ്റ് ക്ലബ്ബുകളും പാർട്ടികളും ഒരുപാട് പരിപാടികൾ, ബർത്ത്ഡേ പാർട്ടികളും ഒക്കെ പരിപാടികളുണ്ട്, ചില വസ്ത്രധാരണങ്ങളും. ഇതെല്ലാം പോകുമ്പോൾ നിന്റെ ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ട് നീ നേടുന്നതൊക്കെ നിനക്ക് നേട്ടമല്ല. അത് ഒരു ദിവസം ഓർത്തും അത് നിന്നെ തിരിഞ്ഞു കൊത്തും. ഉറപ്പാണത്, തിരിഞ്ഞു കൊത്തും. അത് നിൻ്റെ ജീവിതത്തിലെ മുഴുവൻ സന്തോഷം കളയും. സന്തോഷമല്ല, നിൻ്റെ ആത്മാവിനെ നശിപ്പിക്കും. എപ്പോഴാണ് ദൈവം നിന്നെ വിളിക്കുന്നത് പറയാൻ പറ്റുമോ? ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ദൈവം നിന്നെ ആവശ്യപ്പെടും. അപ്പോൾ നീ സമ്പാദിച്ചതൊക്കെ ആരുടേതായി തീരും? വചനം പഠിപ്പിക്കുകയാണ്. ഈ രാത്രി നിന്നെ വിളിച്ചു കഴിയുമ്പോൾ നീ സമ്പാദിച്ചതൊക്കെ ആരുടേതായി തീരും? ഈശോ പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ആഴവുള്ളൊരു മാനസാന്തരത്തിനും ഈശോയോട് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു വലിയൊരു താല്പര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ലൂക്ക 12
16 മുതൽ ഈശോ പറയും, ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായി വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്ക് സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. അനേക വർഷത്തേക്കുള്ള സമ്പത്തായി കഴിഞ്ഞു. തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നെ ഞാൻ ആവശ്യപ്പെടും. ഈ രാത്രിയാണ് നിന്റെ മരണമെന്ന് പറയുക. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്ന ആരുടേതായിത്തീരും. ഇതുപോലെയാണ് ദൈവസന്നിധി സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ച് വെക്കും. ദൈവസന്നിധി സമ്പന്നനാകണമെങ്കിൽ നന്മ പ്രവർത്തിക്കുക, പാവങ്ങളൊക്കെ സഹായിക്കണം, ദൈവബന്ധം ഉണ്ടാകണം, ദൈവവിചാരം ഉണ്ടാകണം, ചുറ്റുമുള്ള ആളുകളെ കാണണം. ഭവനമില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, ഭക്ഷണമില്ലാത്തവർ, രോഗികൾ, ആരോഗ്യമില്ലാത്തവർ, അവരൊക്കെ സപ്പോർട്ട് ചെയ്യണം. പാപം ചെയ്യരുത്, ദൈവപ്രമാണങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം. നീ വിശുദ്ധ ജീവിതം നയിക്കണം. നീ ആത്മരക്ഷയുടെ വഴിയെ പോകണം. നീ ദൈവബന്ധം ഉണ്ടാകണം. പ്രാർത്ഥനാ ജീവിതം വേണം. നിനക്ക് പ്രാർത്ഥനാ ജീവിതം വേണം. ബൈബിൾ വായിക്കണം, പഠിക്കണം, പഠിപ്പിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും കൊടുക്കാതെ, എൻ്റെ കുട്ടിക്ക് A+ എല്ലാത്തിനും ഉണ്ട്, എല്ലാം കൊടുക്കുന്നത് ആത്മാവിനെ വിറ്റ് ഒത്തിരി നേടുകയാണ്. പ്രാർത്ഥിക്കാൻ പോകുന്നവരുണ്ട്. എല്ലാ സ്ഥലവും ഓടി നടക്കുക. എന്തിനു വേണ്ടിയാണോ? ആത്മരക്ഷയെക്കുറിച്ച് മാനസാന്തരമില്ല. അവൻ്റെ അപ്പനോട്, അമ്മയോട്, സഹോദരിയോടൊക്കെ വെറുപ്പും വിദ്വേഷം സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്നിട്ടാണ് പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും പോകുന്നു. ഉള്ളിൽ വേറെ തിന്മയാണ്. ഭാര്യയോട് വഞ്ചന കാണിക്കും, ഭർത്താവിനോട് വഞ്ചന കാണിക്കുന്നു. ഈ വചനം 10 പ്രമാണങ്ങളെല്ലാം ലംഘിച്ച് ജീവിച്ചിട്ട് എന്നിട്ട് പോയി നേർച്ച കാഴ്ചകൾ ഇത് കർമ്മങ്ങളൊക്കെ നടത്തി കാര്യസാധ്യങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് ഇതുകൊണ്ടുള്ള പോക്ക് എന്ത് സാക്ഷി? ഇതൊന്നുമില്ല സാക്ഷ്യം. സാക്ഷ്യമൊന്നേ ഉള്ളൂ. ഏറ്റവും വലിയ സാക്ഷ്യങ്ങൾ നൽകേണ്ടത് ക്രിസ്തുവാനുഭവത്തിൻ്റെ സാക്ഷിയാണ്. അത് വരുമ്പോൾ ഒരാൾക്ക് ക്രിസ്തു അനുഭവം വന്നാൽ പ്രത്യേകം അറിയോ, അവൻ മാനസാന്തരപ്പെട്ടിരിക്കും. അവൻ അന്ന് മുതൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കും, ഈശോയുടെ സ്വന്തമായിരിക്കും, വിശുദ്ധ ജീവിതത്തിലൂടെ പോകുള്ളൂ. അതാണ് അത്ഭുതം. ആ അത്ഭുതം നടക്കാതെ ബാക്കിയുള്ള എല്ലാ അത്ഭുതങ്ങളും കാണിക്കുന്നുണ്ട് ഒരു കാര്യമില്ല. മദ്യപാനവും ഭർത്താവിനെ വഞ്ചിക്കുന്ന, ഭാര്യയെ വഞ്ചിക്കുന്ന, ദൈവത്തെ വഞ്ചിക്കുന്ന, ദൈവ പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ട് എനിക്കെല്ലാം ഉണ്ട്, ഞാൻ പ്രാർത്ഥിച്ചിരിക്കും, അത് കിട്ടി, എനിക്ക് ഇത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അടിത്തറയിൽ അവൻ്റെ ഉള്ളു നന്നാകണം, മനസ്സ് നന്നാകണം, വിശുദ്ധ ജീവൻ നയിക്കണം. അതാണ് ആഗ്രഹിക്കേണ്ടത്. റോമലേഖനം 12:1-2 ആകയാൽ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായിട്ട് അർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങൾ യഥാർത്ഥമായ ആരാധന. യഥാർത്ഥമായ ആരാധന എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധ ജീവിതം നയിക്കണം. ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കണം. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? ഈ ലോകം മുഴുവൻ നേടി നീ ആഗ്രഹിച്ചത് കൂടുതൽ നേടി, നിൻ്റെ മക്കളെയൊക്കെ വലിയ സ്ഥാനത്തെത്തിച്ചു, നിൻ്റെ ഭാര്യയ്ക്ക് വലിയ ജോലി മേടിച്ചു കൊടുത്തു, നിൻ്റെ ഭർത്താവിന് വലിയ ജോലി മേടിച്ചു കൊടുത്തു, മോന് വലിയ വീട് വെച്ച് കൊടുത്തു, മോക്ക് വലിയ നല്ല മിടുക്കനായ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ചു കൊടുത്തു, മോനെ അമേരിക്ക കയറ്റി വിട്ടു, മകളെ അപ്പുറത്ത് വേറെ രാജ്യത്തേക്ക് കയറ്റി വിട്ടു, അവനെ സയൻറ്റിസ്റ്റാക്കി, ഇവനെ ഡോക്ടറാക്കി, ഇവർ വലിയ കുടുംബത്തിൽ കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഇതൊന്നും കാര്യമൊന്നുമില്ല. ഇതൊന്നും ഒരു കാര്യമില്ല. ഇതെല്ലാം ഭൗതികതയാണ്. ഭൗതികത ആത്മരക്ഷയുടെ. പക്ഷേ ഇവൻ്റെ ആത്മാവിലേക്ക് നോക്കുക, എങ്ങനെ നേടി, എങ്ങനെയാണ് പോകുന്ന വഴി, എന്ത് നേടിയിട്ട് അതൊന്നും വലിയ കാര്യമില്ല. ദൈവത്തെ നേടാത്തവൻ ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ നേടിയവനതൊന്നും ഒന്നുമല്ല. അതാണല്ലോ ഈ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 14-15 പറഞ്ഞത്, ഈ വെള്ളം കുടിക്കുന്നവർ വീണ്ടും വീണ്ടും ദാഹിക്കും, കിട്ടും, തികയത്തില്ല, ഏത് സ്ഥാനത്ത് തികയത്തില്ല. ചില കുടുംബ വഴക്കുകൾ എനിക്കറിയാം. സമ്പത്തിനെ ചൊല്ലി ചില കുടുംബങ്ങൾ ഭയങ്കര വഴക്ക്, സഹോദരങ്ങളിൽ നല്ല ഭിന്നത, സഹോദരനെ കൊല്ലാൻ നോക്കി നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പണത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോഴും അത് കാണാം. പല കുടുംബമുണ്ട് കേരളത്തിലെ. ചില കുടുംബങ്ങൾ പണത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി പിടി, കള്ളത്തരം കാണി, വഞ്ചന, ചതി. ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ ഏത് തരം താണ് ബിസിനസ്സിനും പോകും. ഏത് ബിസിനസ്സും പറയാൻ പോലും കൊള്ളില്ല. പണം ഉണ്ടാക്കാൻ വേണ്ടി, കാശുണ്ടാക്കാൻ വേണ്ടി പണം ഉണ്ടാക്കുക. എന്നിട്ട് പറയും, എനിക്ക് ഒരു കരഞ്ഞ് കാണിക്കും, എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടാ. വഴി വേറെ ഇഷ്ടം പോലെ വഴിയില്ലാഞ്ഞുണ്ടെന്നേ. നേരായ വഴി ഇഷ്ടം പോലെ ഉണ്ട്. ആ വഴി കാണില്ലല്ലോ. കാരണം ഉള്ളിലിരിക്കും, നമ്മുടെ ഉള്ളു എങ്ങനെയാണോ, മനസ്സെങ്ങനെയാണോ ആ വഴിക്കല്ലേ പോകുള്ളൂ കാര്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 5:8 ഹൃദയ ശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തെ കാണുന്നത് വിശുദ്ധി വേണം. വിശുദ്ധിയില്ലാതെ ഒരാളും ദൈവത്തെ കാണില്ല. മരണാനന്തരവും ജീവിച്ചിരിക്കുമ്പോൾ കാണാത്തവൻ മരിച്ച ശേഷവും കാണത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ കാണാത്ത എങ്ങനെ മരിച്ച ശേഷം കാണുന്നത്? ദൈവത്തിനെയും കാണുന്നുണ്ടെങ്കിൽ ജീവിതം വിശുദ്ധിയോടെ പാലിക്കണം. വിശുദ്ധി പാലിക്കണം. എബ്രായ ലേഖനത്തിൻ്റെ 12, 14, 15 വചനം
എല്ലാവരും സമാധാനത്തെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കും. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ് ഏസാവിനെ പോലെ നിങ്ങൾ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവൻ ആഗ്രഹിച്ചെങ്കിലും ലഭിച്ചില്ല. കണ്ണുനീരോടെ അവൻ അപേക്ഷിച്ചെങ്കിലും അവന് ലഭിച്ചില്ല. പഴയ നിയമത്തിൽ നമുക്കറിയാം യാക്കോബും സഹോദരൻ ഏസാവിൻ്റെ ചരിത്രം അറിയാം. ശരിക്കും മൂത്തത് ഏസാവാണ് ശരിക്കും തലമുറകളോട് അറിയപ്പെടേണ്ട പേര്. കാരണം അവൻ കടിഞ്ഞൂൽ പുത്രനാണ്. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ യാക്കോബ് ഏസാവ് എന്നാണ് വരേണ്ടത്. പൂർവ്വപിതാക്കന്മാരുടെ പേരിൽ വരേണ്ടവനാണ് ഏസാവ്. പക്ഷേ ആ പേര് മുഴുവൻ പോയി. അവൻ്റെ കൃപ, കാരണം അവൻ ദൈവത്തെ മറന്നൊരു ജീവിതമായിരുന്നു ഏസാവ് പണം, അവൻ കൃഷി, നേട്ടം, അത് മാത്രം വേർപ്പൊലിച്ച് രാത്രിയും പകലും കിടന്ന് കഷ്ടപ്പെട്ട് അവൻ പൈസ ഉണ്ടാക്കുകയാണ്, പണം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ കയറിയപ്പോൾ അവൻ്റെ സഹോദരൻ, അവൻ ദൈവാശ്രയത്തിൽ നിൽക്കുന്നവൻ, അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ വിശ്വസിക്കുക, ഭൗതികതയെക്കാളും വേണ്ടത് ദൈവമാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മ അവന് നമ്മൾ നോക്കുമ്പോൾ ഒരു മടിയനെ പോലെ, ഉത്തരവാദിത്വമില്ലാത്തവനെ പോലെ തോന്നും. പക്ഷേ അവനോട് അമ്മ പറയുന്നത്, നിന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, നീ ദൈവം അങ്ങനായിട്ട് പറയണം. ദൈവം എന്താണ്? ഈ സമ്പത്തിനേക്കാൾ വലു ദൈവമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു സംഭവമുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവിടെ വെച്ച് ഏസാവ് വന്നിട്ട് പറയാണ്, സഹോദരൻ പറയും, എനിക്ക് വിശന്ന് വരിക, വേർത്ത് വരിക, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ഭക്ഷണം വൈകുന്നേരം അവൻ കഴിച്ചിട്ടില്ല, ക്ഷീണിച്ച് അവശനായി വന്നിരിക്കാൻ പറയാം, എൻ്റെ സഹോദരൻ എനിക്ക് ഇച്ചിരി നീ ഉണ്ടാക്കുന്ന പായസം തരിക, അതിൻ്റെ രുചിയും അതിൻ്റെ സ്മെല്ലൊക്കെ ഇവന് കിട്ടിയപ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് അത് കഴിക്കുക, വേറെ ഒന്നും ചിന്തയില്ല. അപ്പോൾ ആ സമയത്ത് പറഞ്ഞു, എൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം ദൈവപുത്രസ്ഥാനം തന്നെയാണ്, ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ അത് എനിക്ക് തരാമെന്നുണ്ടെങ്കിൽ നിനക്ക്. അവൻ പറഞ്ഞു, നീ ഇതെടുത്തോ. വിൽപ്പന തുടങ്ങി. അവിടെ വെച്ച് ആത്മാവിനെ വിറ്റ് ഭൗതികത നേടുന്ന ആളുകൾ തുടങ്ങിയതാണ്. ഇന്നും യേസാവിൻ്റെ മക്കൾ ഇന്നും ലോകത്തുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത്, അവർ ആത്മാവിനെ വിറ്റ് പണം നേടുക, സുഖം നേടുക, നല്ല ഭക്ഷണം, നല്ല രുചികരമായ ആത്മാവിനെ വിറ്റ് ദൈവപുത്ര സ്ഥാനം വിറ്റ് നല്ല ഭക്ഷണം കഴിക്കുക, നല്ല സുഖം, നല്ല വീട്, നല്ല സൗകര്യം. പക്ഷേ അവനറിഞ്ഞില്ല അവനെല്ലാം കയ്യിൽ നിന്ന് പോയെന്ന്. യാക്കോബ് അങ്ങനെ കടിഞ്ഞൂൽ പുത്രനായി തീരുക. അടുത്ത നിമിഷം ഇസ്ഹാക്കിൻ്റെ അനുഗ്രഹം ശരിക്കും ചെല്ലേണ്ടത്, അപ്പൻ്റെ അനുഗ്രഹം ചെല്ലേണ്ടത് ശരിക്കും ഏസാവിനാണ്. പക്ഷേ ചെല്ലുന്ന മുഴുവൻ യാക്കോബിന്. കാരണം ഒരിടത്ത് ദൈവത്തോടുള്ള അവിശ്വസ്തത കാണിക്കുമ്പോൾ പിന്നെ മുഴുവനാകുന്ന പ്രശ്നം. ആത്മാവിനെ വിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ പോകും. ആത്മാവിനെ വിറ്റവന് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ആത്മാവിനെ വിറ്റവന് എല്ലാം നഷ്ടപ്പെടുക. ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു. ആ രാത്രി തന്നെ അമ്മ പറയുന്നുണ്ട്, മോനെ നീ ഇവിടെ നിൽക്കരുത്, കാരണം നിന്റെ സഹോദരന് പക കയറിയിട്ടുണ്ട്, വെറുപ്പാണ്. അത് ദൈവം അനുഗ്രഹിക്കുന്നവരോടാണ് പലപ്പോഴും ഈ ലോകാരൂപയ്ക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ്. ദൈവം ആരെല്ലാം ഈ ഭൂമിയിൽ അനുഗ്രഹിച്ചിട്ടുണ്ടോ, ദൈവം ആരെല്ലാം സ്നേഹിക്കുന്നുണ്ടോ, ദൈവം ആരിലേക്ക് കൃപയെടുക്കുന്നുണ്ടോ, അവരോട് പിശാചിനെപ്പോൾ അവരുടെ പാതിരപ്പിയോട്, ജോൺ മരിയ വിയാനിയോടൊക്കെ പിശാച് പീഡിപ്പിക്കുന്നത് കാണാൻ പറ്റും. കാരണം അവർ ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, ദൈവം തൊട്ടവരാണ്, ദൈവം അനുഗ്രഹിച്ചവർ, ദൈവം തിരഞ്ഞെടുത്തവരാണ്. അസന്റ് ആൻ്റണിയൊക്കെ പിശാച് പീഡിപ്പിക്കുന്നത് കാണാൻ പറ്റും. ബെനഡിക്റ്റ് പുണ്യാളിനൊക്കെ പിശാച് പീഡിപ്പിക്കുന്നത്, ഫ്രാൻസിസ് അസീസി പുണ്യാളൻ പിശാച് കൊല്ലം നോക്കുന്നത് കാണാൻ പറ്റും. കാരണം മറ്റൊന്നുമല്ല, അവർ ദൈവവുമായിട്ടുള്ള ആഴമേറിയൊരു ബന്ധത്തിലാണ് അവർ കഴിയുന്നത്. അവർ ദൈവം സ്വന്തമാക്കിയതിൻ്റെ അസൂയ എന്ന് പറഞ്ഞ പിശാച് ലോകത്തുണ്ട്, അലറിക്കൊണ്ട് നടക്കുകയാണ്. പല രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ ലോകത്തിലത് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് പിശാച് ഇവിടെയും പ്രവർത്തിക്കുന്നത്. അവൻ്റെ കയറി അവനെ കൊല്ലാമെന്ന് ആഗ്രഹിക്കുക, കൊലപാതകത്തിൻ്റെ അരൂപി ഏസാവിലേക്ക് കയറുക. ഉടനെ അമ്മ പറഞ്ഞു, നീ രക്ഷപ്പെട്ടു നോക്കൂ, ഒന്നും പേടിക്കണ്ട, നിൻ്റെ കൂടെ ദൈവമുണ്ട്. അവനാ ഒറ്റ പോക്ക് പോകുന്നുണ്ട്. അമ്മ പറഞ്ഞു കേട്ടുപോയി. അവൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ, ലാബാൻ്റെ വീട്ടിൽ പോയി 25 വർഷത്തോളം ജീവിച്ചു കഴിഞ്ഞപ്പോൾ ആ നാളുകൾ ദൈവം, ആ അപ്പൻ്റെ അനുഗ്രഹം അവൻ്റെ കൂട്ടുകൂടുണ്ട്, ദൈവാനുഗ്രഹം കൃപയുള്ളത് കൊണ്ട് ആ പോകുന്നിടത്തെല്ലാം അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അവനെ പിന്തുടരുന്നത് കാണാൻ പറ്റും. അവൻ ചെല്ലുന്നിടത്തെല്ലാം ദൈവം ഇടപെടുക. അവസാനം വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അവനെ ദൈവം ഒരു അനുഗ്രഹത്തിൻ്റെ പുത്രനാക്കി. അത് മുഴുവൻ ദൈവം കൊടുത്തത്, അല്ലാതെ അവൻ്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ ബന്ധുക്കളോ കുടുംബമൊന്നും കൊടുത്തത്, ദൈവം കൊടുത്തൊരു അനുഗ്രഹത്തിൻ്റെ സംഭവമുണ്ട്. അപ്പം അതാണ് കിട്ടേണ്ടത്. അത് അനുഗ്രഹം കിട്ടിയ മക്കളായിട്ട് മാറും. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാവുന്നത് മാത്രം, യേശുവിൻ്റെ ഉദ്ധാരത്തെ ഏറ്റുപറയണം. യേശു എന്നും ജീവിക്കുന്ന ദൈവമാണ്. വന്യമൃഗങ്ങളെ സൂക്ഷിക്കണം. എന്ന് വെച്ചാൽ നിരീശ്വരവാദത്തിൻ്റെ ശബ്ദങ്ങൾ വരുമ്പോൾ ഓർത്തണം, അതിന് പിന്നെ നിൽക്കുന്ന ഒരു വൈൽഡ് ആനിമലിനെ വെച്ച് കർത്താവിനെ തള്ളിപ്പറയാന്നുള്ള അത്തരം സംഭവങ്ങൾ ഓടി മാറിക്കണം. സഹനം വരും, നമ്മളെ പീഡിപ്പിക്കും, പേടിക്കൊന്നും വേണ്ട. ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമുക്കൊക്കെ പീഡനമുണ്ട്. അതതിൻ്റെ ഭാഗമാണ്. അതാ വിളി നമ്മൾ സ്വീകരിക്കണം. കാരണം നമ്മളുടെ ലക്ഷ്യം എന്താ? പണമല്ല, പേരല്ല, നാട്ടുകാരല്ല നമ്മളെക്കുറിച്ച് പോസിറ്റീവ് പറയണം, എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്നുള്ളൂ, ഈശോ പറഞ്ഞ വചനത്തിലൂടെ പോകുക. ഈശോ പറഞ്ഞ മാത്രം, ഈശോ മാത്രമാണ് സത്യം.
സത്യം, ആത്മരക്ഷയുടെ മാർഗം ഈശോയാണ് പറയുന്നത്. ഈശോ പറയാതെ ഇന്ന് ഒരുപാട് പേര് ആത്മരക്ഷയെക്കുറിച്ച് അവരുടേതായ ചില കോംപ്രമൈസിങ് ടോക്സ് ഉണ്ട്. അത് കേൾക്കരുത്. നേരെ പോവുക, ആത്മരക്ഷയുടെ വഴിയിൽ പോവുക, നിത്യജീവനെ അവകാശമാക്കുക, സ്വർഗത്തിൻ്റെ മക്കളായിട്ട് മാറുക. കണ്ടു ഭൗതികതയ്ക്ക് വേണ്ടി കർത്താവിനെ വിൽക്കരുത്, കർത്താവിനെ വേണ്ടി ജീവിക്കരുത്. ഒരു ദിവസം അത് ആത്മരക്ഷ നോക്കുക. നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ, ആത്മാവ് സമ്പത്തുണ്ടോ, ആത്മാവ് വളർന്നോ, ആത്മീയ ജീവിതം എങ്ങനെയുണ്ട്, വിശുദ്ധ ജീവിതമാണോ, ദൈവബന്ധം എങ്ങനെയുണ്ട്, നിൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ട് അത് വളരെയധികം സൂക്ഷ്മം. പക്ഷേ ഈ രാത്രി ദൈവം നിന്നെ വിളിച്ചത് നിനക്ക് ആഗമിച്ചോളൂ, നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് നേടിയെടുക്കുക. ഇപ്പോൾ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കെന്തു പ്രയോജനം? നീ ധ്യാനിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയും സ്പർശിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ. സങ്കീർത്തനം 142 1-2 വചനങ്ങൾ. ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, ശബ്ദമുയർത്തി ഞാൻ കർത്താവിനോടും യാചിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ ഞാൻ എൻ്റെ ആവലാദികൾ ചൊല്ലുന്നു. എൻ്റെ ദുരിതങ്ങൾ ഞാൻ അവിടുത്തെ മുമ്പിൽ നിരത്തുന്നു. ഞാൻ തളരുമ്പോൾ എൻ്റെ വഴി അങ്ങ് അറിയുന്നു. കർത്താവേ, ഏറ്റെടുക്കണം. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും സഹനങ്ങളും ഒറ്റപ്പെടലുകളും മുറിവുകളും എല്ലാം കർത്താവിൻ്റെ കരങ്ങൾ ചേർത്ത് വെച്ചു നമുക്ക് സ്തുതിക്കാം. ബന്ധനെല്ലാം അടിഞ്ഞു പോട്ടെ. ശക്തി നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. തടസ്സങ്ങൾ മാറിപ്പോട്ടെ. എല്ലാ ദൈവ കൃപയോട് കട്ടെ. എല്ലാ മക്കളുടെ കുടുംബങ്ങളെ കൃപയോട് തകർച്ചയെല്ലാം മാറിപ്പോട്ടെ. നാമത്തിൽ ബന്ധനം നീങ്ങിപ്പോട്ടെ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ സത്യമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. സ്നേഹമേ സത്യമേ അങ്ങേ മാറിൽ ചായുന്നു ഞാൻ. ഉയർത്തിപ്പിടിച്ചു. ആരാധന 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 ആരാധന. ഈ സമയത്ത് ശുശ്രൂഷ പങ്കെടുത്ത ഓരോ കുടുംബത്തിനും സമാധാനം ഉണ്ടാകും. മുറിവേറ്റ മക്കൾക്കെല്ലാം അനുഗ്രഹം ലഭിക്കട്ടെ. പരിശുദ്ധമായ ശക്തി അനുഭവിക്കട്ടെ. എല്ലാ മക്കളും ദൈവസ്നേഹ